ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ ഫാമിലീസിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു അച്ചാറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് കിട്ടാത്തൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ മാങ്ങ നന്നായിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 kg മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള അളവുകളാണ് പറയുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ആ ഉപ്പൊക്കെ ഒന്ന് മാങ്ങിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂറിന് ശേഷം ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഉലുവയും അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് മാറ്റി വെച്ചാൽ മതിയേ. ഇനി ആ പാനിലേക്ക് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ഇട്ടോ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി. അല്ല കുറേ കാലം സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കാം. ഇനി അതിലേക്ക് ഓരോ ടീസ്പൂൺ കണ്ടിട്ട് ഉലുവയും അതുപോലെ തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അതൊന്ന് പൊട്ടി വന്നാൽ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാശ്മീരിയൊക്കെ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുവയും അതേപോലെ തന്നെ കടുകൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട്. അത് ഞാനൊരു 3/4 ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗം അങ്ങ് മാറ്റി വെക്കണം നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതെല്ലാം അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ചെയ്തെടുത്താൽ മതിയേ. അതൊന്നങ്ങ് റോസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ പിന്നെ നമുക്ക് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഞാനിവിടെ ഒരു 1/2 കപ്പ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണ്ട ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു വിനാഗിരി ഒന്നിങ്ങനെ ചൂടായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ചൂടാക്കി എടുക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു എരിവും അതേപോലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റോസ്റ്റ് ചെയ്ത പൊടിയുണ്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് കായത്തിൻ്റെ പൊടി. പിന്നെ ഉപ്പ് കുറച്ച് കമ്മി ആയതുകൊണ്ട് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് കുറച്ച് കാലമൊക്കെ കേടുകൂടാണ്ട് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.